നമ്മളൊക്കെ പറയും നമ്മൾ ജാതിയും മതവും പറയരുതെന്ന്. പക്ഷേ പറയേണ്ടടുത്ത് പറഞ്ഞേ പറ്റൂ. കാരണം മതം ചോദിച്ചാണ് ഇവിടെ കൊന്നിരിക്കുന്നത്. കാലങ്ങളായി ഒരു ന്യൂക്ലിയർ ഒരു ബ്ലാക്ക് മെയിലിംഗ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഇതുകൊണ്ട് കളിച്ചാൽ അടിക്കും. നമ്മളിതിനു മുമ്പ് 2 തവണ അകത്തോട്ട് കയറിയപ്പോഴും ഇവർ നമ്മുടെ ലോക്കൽ ഭാഷയിൽ പറഞ്ഞ തള്ളു മാത്രമായിരുന്നു, നടന്നില്ല. നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സിനിമാ നടൻ എന്ന നിലയിലും രാഷ്ട്രീയ നേതാവെന്ന നിലയിലും മലയാളികൾക്ക് ഏറെ സുപരിചിതനായ ശ്രീ കൃഷ്ണകുമാറാണ്. വളരെ ആകസ്മികമായിട്ടാണ് അദ്ദേഹത്തെ ഞാൻ ഫോണിൽ വിളിച്ചത്. ജനഭൂമി എന്ന പേരിലൊരു ചാനൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ ചാനലിന് ഒരു അഭിമുഖം നൽകാമോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. സാധാരണഗതിയിൽ പുതിയതായി തുടങ്ങിയ ഒരു ചാനലിന് സെലിബ്രിറ്റികൾ അങ്ങനെ അഭിമുഖം കൊടുക്കുക പതിവില്ല. പക്ഷേ പതിവിന് വിരുദ്ധമായിട്ട് തീർച്ചയായിട്ടും പുതിയ ഒരു ചാനൽ, ന്യൂസ് ചാനൽ എന്ന നിലയിൽ അഭിമുഖം തരാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ആകസ്മികമായി ഇവിടെ എത്തി. അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖമാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. ശ്രീ കൃഷ്ണകുമാർ, നമ്മൾ രാജ്യം ഇപ്പോഴും ഒരു യുദ്ധസമാനമായ അന്തരീക്ഷം ഒന്ന് കുറഞ്ഞു നിൽക്കുകയാണ്. പാകിസ്ഥാന് പഹൽഗാമിൽ കടന്നു കയറിയെന്ന് മാത്രമല്ല, 26 പേരെ നമ്മുടെ പൗരന്മാരെ അവർ വധിക്കുകയും ചെയ്തു. അപ്പോൾ ഏതാണ്ടൊരു യുദ്ധത്തിൻ്റെ സമാനമായിട്ട് പോയി. എന്തായാലും ശരി, ഇപ്പം ശാന്തിയും സമാധാനവും ഒക്കെ ആയിരിക്കുകയാണ്. ഈ പഹൽഗാം അക്രമം എങ്ങനെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്നത്? ആദ്യം തന്നെ ഉത്തരം പറയുന്നതിന് മുമ്പായിട്ട് ചേട്ടൻ പറഞ്ഞ ആമുഖത്തിൽ ചേട്ടൻ പറഞ്ഞത് പുതിയൊരു ചാനലാണ്, പക്ഷേ ഇതിന് എന്നിട്ടും ഇൻ്റർവ്യൂ തരുന്നു എന്നൊക്കെ. ഞാൻ ആ ചാനൽ എന്നുള്ളതല്ല ആദ്യം കാണുന്നത്. ഞാൻ സ്ഥിരമായിട്ട് പണ്ട് ദൂരദർശനിൽ ജീവിതം തുടങ്ങിയ ഒരാളാണ്. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ TV ചാനലിൽ സംസാരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അതിൽ ഇപ്പോൾ ഇത് കാണുന്നവർക്കൊക്കെ അറിയാം കോന്നി ഗോപകുമാർ ആരാണെന്ന്. പക്ഷെ ഞാൻ അന്നേരം തന്നെ ഞാൻ ചേട്ടാന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യാം. എന്നെക്കാൾ പ്രായം കൂടുതലുണ്ടെന്ന് വിശ്വസിക്കുന്നു. കാരണം പലരും ഇന്ന് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്, പല ചാനൽസും നല്ലപോലെ പോകുന്നുണ്ട്. പക്ഷേ അതിനകത്ത് തന്നെ ഞാൻ പലപ്പോഴും മറ്റ് ചാനലുകൾ, ഈ ചാനലിലല്ല മറ്റ് ചാനലുകൾ ചേർന്ന് സംസാരിക്കുമ്പോൾ ഒരു കാര്യത്തെപ്പറ്റി പറയുമ്പോൾ ഒരു ലോജിക്കോടെ സംസാരിക്കും. അതിപ്പോൾ എൻ്റെ പാർട്ടിയെ സൂചിപ്പിച്ചായിരിക്കില്ല, അല്ലെങ്കിൽ അപ്പുറത്തെ പാർട്ടിയെ എതിർത്തല്ല. ഒരു ലോജിക്ക് ഉണ്ടെങ്കിൽ ആര് പറഞ്ഞാലും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അല്ലെങ്കിൽ വെൽ സ്റ്റഡീഡായിട്ട് സംസാരിക്കുമ്പോൾ നമുക്കതിൽ നിന്ന് അറിവ് ലഭിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആ വ്യക്തിയെ ശ്രദ്ധിച്ചു വയ്ക്കും. അങ്ങനെയാണ് ഞാൻ ചേട്ടനെ ശ്രദ്ധിക്കാൻ കാര്യവും വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെന്നും പറയാൻ കാര്യം അത്. അതുകൊണ്ട് എനിക്കും അത് കാണുന്നവർക്കും എന്തെങ്കിലും അത് ഗുണമുണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ആദ്യം തന്നെ എല്ലാവിധ ആശംസകളും പുതിയ ചാനലിൽ. ഓക്കെ, താങ്ക് യു. എന്നെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കിനും ചാനലിനെ കുറിച്ച് പറഞ്ഞ നല്ല വാക്കിനും താങ്ക് യു. അപ്പം നമുക്ക് ഇപ്പോൾ ഈ പഹൽഗാം ഇഷ്യൂ അതെങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ എങ്ങനെ ബാധിക്കും? എനിക്കിന്ന് 56 എൻ്റെ പ്രായം. ഒരു 40 വർഷങ്ങൾക്ക് മുൻപ് തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, അന്നെല്ലാം ഇപ്പോൾ എൻ്റെ അച്ഛൻ്റെയൊക്കെ കടുത്ത കോൺഗ്രസ് വാദിയായിരുന്നു. കാരണം അന്ന് കോൺഗ്രസ് ഭരണമായിരുന്നു. എല്ലാം പാൻ ഇന്ത്യ പാർട്ടി, എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഉണ്ട്. അന്ന് നമ്മൾക്ക് ഒരു വേദന ഉണ്ടാക്കുന്ന 2 സംസ്ഥാനങ്ങൾ നമുക്ക് വളരെയധികം വേദനിപ്പിക്കുമായിരുന്നു. ഒന്ന് കാശ്മീർ, ഒന്ന് പഞ്ചാബ്. ഇപ്പോൾ കാശ്മീരിലെ വിഷയം എന്ന് പറയുമ്പോൾ നമുക്കവിടെ കാണുന്നുണ്ട്, അവിടുത്തെ ഭൂരിപക്ഷം മതത്തിൽ വിശ്വസിക്കുന്നവരും അവരെ പോലും ആക്രമിച്ചുകൊണ്ട് പാകിസ്ഥാൻ പ്രോക്സി വാറാണ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് നമ്മൾ കാണുന്നുണ്ട്, പെട്ടെന്ന് അവിടെ ഒരു ഇൻസർജൻസി വരുന്നു, അവിടെ നിന്ന് കുറേ പേര് മരണപ്പെടുന്നു, അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ കൂട്ടപ്പലായനം നടക്കുന്നു. പക്ഷേ നമ്മുടെ ഭാരതത്തിനകത്ത് നടത്തിലും എന്തോ സ്പെഷ്യൽ സ്റ്റേറ്റസാണ്. അവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആർമി പോകുന്നുണ്ടെങ്കിലും ആർമിക്ക് നിയന്ത്രണങ്ങളാണ്. അവിടെ വെടിവെക്കാൻ പാടില്ല, ഇവിടെ പാടില്ല. എന്നാൽ നിർബാധം ചെറുപ്പക്കാർ കല്ലെറിയുന്നു, കുറച്ച് കഴിഞ്ഞാൽ അത് തോക്കിന് ഇരയാവുന്നു. വലിയ വിഷയം. 10-30 കൊല്ലം നമ്മളൊരു വേദനയായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ തല പോലിരിക്കുന്ന സ്ഥലത്താണ് നടക്കുന്നത്. അപ്പോൾ അന്നൊക്കെ നമുക്ക് എന്തായിരുന്നു ആർട്ടിക്കിൾ 370 എന്ന് പോലും അറിയുന്നില്ല. പിൽക്കാലത്ത് ആണ് മനസ്സിലാക്കുന്നത്. നമ്മളെപ്പോഴും പറയും കാശ്മീർ ഈസ് എൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാലും നമ്മുടെ അല്ലായിരുന്നു എന്ന് നമുക്ക് പലപ്പോഴും മനസ്സിലായി. കാരണം ഇവിടെ ഒരു സർക്കാരിനെ തിരഞ്ഞെടുക്കുന്നത് 5 കൊല്ലത്തേക്കാണെങ്കിൽ അവിടെ 6 കൊല്ലത്തേക്കാണ്. ഇവിടെയുള്ള കൊടിയല്ല യൂസ് ചെയ്യുന്നത്, അവർക്ക് സെപ്പറേറ്റ് കൊടിയാണ്. അവിടെ താമസിക്കുന്ന ഒരാൾക്ക് ഭാരതത്തിൽ എവിടെ വേണോ ഭൂമി വാങ്ങിക്കാം, പക്ഷേ ഭാരതത്തിലുള്ള ഒരാൾക്ക് അവിടെ പോയി ഭൂമി വാങ്ങിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് ഭാരതത്തിൻ്റെ ഭാഗമല്ലായിരുന്നു എന്നൊരു പലപ്പോഴും തോന്നും. ഇനിയും കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ ആർട്ടിക്കിൾ 370 എന്ന് പറഞ്ഞൊരു അതെടുത്ത് കളഞ്ഞ് അബ്രഗേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇപ്പോഴാണത് പൂർണ്ണമായും നമ്മുടെ അധികാരത്തിൽ വരുന്നത്. അതിനുശേഷവും സമയമെടുത്തെങ്കിലും ഒരു കല്ലേറ് പോലും കാണാത്ത അവസ്ഥയിലോട്ട് എത്തിച്ചു. ശാന്തവും സമാധാനമായി. അതിനുശേഷം ഞാനും കുടുംബവും കാശ്മീർ സന്ദർശിച്ചപ്പോഴാണ് ഒരു കാര്യം പിടിയിട്ടുന്നത്.
അവിടുത്തെ ആളുകൾ പോലും ഇതിനെതിരാണ്. കാരണം 30 കൊല്ലം അവരുടെ ജീവിതം പോയി, വരുമാനമില്ല, ജോലിയില്ല. ഇന്ന് അവിടെ ടൂറിസം വേറൊരു ലെവലിലോട്ട് പോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും ടൂറിസം കാശ്മീരിൽ ഡെവലപ്പ് ചെയ്യുന്ന പോലെ തന്നെ ഭാരതവും ലോകത്ത് തന്നെ അതിശക്തമായ സാമ്പത്തിക രാജ്യമായി മാറിയിരിക്കുന്നു. 5ാം സ്ഥാനത്തെത്തി 4ലോട്ട് കുതിക്കുന്നു. അപ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ അയൽ രാജ്യത്ത് നിൽക്കുന്നവർക്ക് ഇത് സഹിക്കില്ല. അപ്പോൾ കാശ്മീരിനെ തകർക്കണം. കാരണം അവിടെ ശാന്തി സമാധാനവും ഇല്ല, ടൂറിസ്റ്റുകൾ വരരുത്, കാശ്മീരുകൾ നല്ലതാവരുത് എന്ന് തോന്നിച്ചുകൊണ്ട് അവിടെ നിന്ന് കുറച്ച് പേരെ ഇങ്ങോട്ട് അയക്കുന്നു. അവർ കൊന്നതോ? നമ്മളൊക്കെ പറയും നമ്മൾ ജാതിയും മതവും പറയരുന്നു, പക്ഷേ പറയേണ്ടടുത്ത് പറഞ്ഞേ പറ്റൂ. കാരണം മതം ചോദിച്ചാണ് അവിടെ കൊന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് കൃത്യമാണ് എന്തിനാണ് അവരിങ്ങോട്ട് ആളെ അയച്ചിരിക്കുന്നത്. ഇന്ത്യക്കകത്ത് മതപരമായി ഭിന്നിപ്പുണ്ടാക്കണം ഉറപ്പുണ്ടായിരുന്നു. എന്തുമായിക്കോട്ടെ, ഇത് കഴിഞ്ഞിട്ടും ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുന്നു പറഞ്ഞെങ്കിലും ചാടിക്കറി അടിക്കാൻ പോയില്ല. 15 ദിവസം കാത്തു നിന്നു. എന്നിട്ട് നോക്കി കൃത്യമായ പ്ലാനിങ്. കാശ്മീർ മുതൽ രാജസ്ഥാൻ, ഗുജറാത്ത് വരെ എവിടേക്ക് ഇന്ത്യയുടെ എന്തൊക്കെ കൊണ്ട് വെക്കണം, അവരുടെ കപ്പാസിറ്റി എന്താണ്, കൃത്യമായി അളക്കാൻ തുടങ്ങി. കാരണം കാലങ്ങളായി ഒരു ന്യൂക്ലിയർ ഒരു ബ്ലാക്ക് മെയിലിംഗ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഇതുണ്ട്, കളിച്ചാൽ അടിക്കും. നമ്മളിതിനു മുമ്പ് 2 തവണ അകത്തോട്ട് കയറിയപ്പോഴും ഇവർ നമ്മുടെ ലോക്കൽ ഭാഷയിൽ പറഞ്ഞ തള്ളു മാത്രമായിരുന്നു, നടന്നില്ല. എന്നാൽ ഇത്തവണ ഒന്ന് പരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു. ഈ 15 ദിവസം എടുത്ത് വെൽ പ്രിപ്പയർഡായി പഠിച്ച്, നമുക്കാണെങ്കിൽ ഇന്ന് അത്യാധുനിക ആയുധങ്ങളും തടുക്കാനുള്ളതും എതിർക്കാനുള്ള സാധനങ്ങളും ആയിക്കഴിഞ്ഞു. കാരണം മോഡിജി ആദ്യം ഭരണത്തിൽ വന്നപ്പോൾ ലോകം മുഴുവൻ കറങ്ങി സർവ്വരാജ്യങ്ങളുടെ ബന്ധമുണ്ടാക്കിയപ്പോൾ ട്രോളുകളും മറ്റു കാര്യങ്ങളുമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ആ ബന്ധങ്ങളുടെ ഗുണം ഇന്ന് നമ്മൾ കാണുകയാണ്. ഒരു യുദ്ധസമാനം എന്ന് വേണ്ട, യുദ്ധം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, ഒരു ചെറിയൊരു സ്ക്രിമിഷ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ എന്ത് ചെയ്തു? അകത്തോട്ട് കയറി അടിച്ചു. അപ്പോൾ നമ്മളെടുത്ത് നോക്കുമ്പോൾ പാകിസ്ഥാനെ തൊട്ട് കഴിഞ്ഞാൽ ചൈന വരും, പാകിസ്ഥാനെ തൊട്ടാൽ അവർ വരും, ചൈനയുടെ മറ്റ് എക്യുപ്മെൻറ്റ്സ് അകത്തിരിപ്പുണ്ട്. നമ്മളടിച്ചത് പ്രിസിഷൻ അല്ലെങ്കിൽ ക്ലിനിക്കൽ ഒരു ബോംബിംഗ് ആയിരുന്നു നടത്തിയത്. എവിടെ അടിക്കണോ അതിൻ്റെ തൊട്ടപ്പുറത്തെ വീടിൻ്റെ പോലും ചില്ല് പൊട്ടാത്ത രീതിയിൽ അടിച്ചിരിക്കുക. ഈ അടിച്ചപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് വരുന്ന വാർത്ത, കഹൂട്ട അവരുടെ ആണവ നിലയം ഇരിക്കുന്ന സ്ഥലത്ത് പോലും 2 അടിച്ചിരിക്കുന്നു. എന്നിട്ട് പോലും അവരുടെ അവിടെ നിന്ന് ഒരു അണുവായുധം പോയിട്ട് ഒരു സാധനം ഇങ്ങോട്ട് എത്തിക്കാൻ പറ്റിയില്ല. അയച്ചത് മുഴുവൻ നമ്മൾ തടഞ്ഞിരിക്കുന്നു, അടിച്ചിട്ടിരിക്കുന്നു. അവരുടെ അടിക്കേണ്ട സ്ഥലം മുഴുവൻ അടിച്ചു. അതും തീവ്രവാദി കേന്ദ്രങ്ങൾ നോക്കി അടിച്ചു. അവിടെ നിന്ന് ഫ്ലൈറ്റുകൾ പൊങ്ങണമെങ്കിൽ ഇന്ത്യൻ എയർബേസുകളാണ്, ആ എയർബേസുകൾ മുഴുവൻ തകർത്തു. അപ്പോൾ എത്ര പ്രിസൈസായിട്ട് S-400 എന്ന് പറഞ്ഞ് നമ്മുടെ ട്രയംഫ് എന്ന് പറഞ്ഞ് നമ്മുടെ സുദർശൻ ചക്രം സാധനം അയച്ചു. റഷ്യൻ സാധനമാണ്. യുക്രൈൻ വാറിൽ റഷ്യക്ക് പോലും ഇത് നേരെ ഉപയോഗിക്കാൻ പറ്റിയില്ല. യുക്രൈൻ്റെ സാധനം വന്ന് റഷ്യയിൽ വീണു. അതുപോലും തടയാൻ, കാരണം നമ്മൾ നമ്മുടെ ആകാശ് ഉപയോഗിച്ചിരിക്കുന്നു, ബ്രഹ്മോസ് ഉപയോഗിച്ചിരിക്കുന്നു, ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഉപയോഗിച്ചിരിക്കുന്നു. അസാമാന്യമായ ബുദ്ധിപാഠവും നമ്മുടെ പട്ടാളം, അതായത് ഇന്ത്യൻ ആംഡ് ഫോഴ്സസ്, നേവി, ആർമി, എയർഫോഴ്സ് 3 പേരെയും DRDO ഉദ്യോഗസ്ഥരും അജിത് ദോവൽജി ഇങ്ങനെയുള്ള എല്ലാവരെയും നമ്മൾ ഒന്നടങ്കം അഭിനന്ദിച്ചേ പറ്റൂ. കാരണം ഇത്ര കൃത്യതയോടെ എല്ലാ രാജ്യങ്ങളും പറയുന്നത് ഇത്രയും മനോഹരമായി അപ്പുറത്തുള്ള രാജ്യത്തിനെ അടിച്ച് ഒതുക്കി സമാധാനത്തിൽ എത്തിച്ചതിന് നയതന്ത്ര വിജയം എല്ലാം കൂടി ചേർന്ന് ഒരു മനോഹരമായൊരു വിക്ടറിയാണ്. ഇതിന് ഇന്ന പാർട്ടി ഇതൊന്നുമല്ല, ഒന്നടങ്കം എല്ലാ ഭാരതീയർക്കും അഭിമാനിക്കാവുന്നൊരു നേട്ടം കൊടുത്തു. ഇനി ഇന്ത്യയോട് കളിച്ചാൽ ഒരു തീവ്രവാദി ഒരാക്രമണം പോലും യുദ്ധ സമാനമായി കാണുന്നതായിരിക്കും വാർണിംഗ് കൊടുത്തിരിക്കും. ഇനി നമുക്കിവിടെ നിന്ന് കാണണം എങ്ങോട്ട് പാകിസ്ഥാൻ പോകും. ഇന്ത്യ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ എന്ത് ചെയ്യും, നമ്മുടെ സ്റ്റാൻഡ് ഈസ് ക്ലിയർ. അതുകൊണ്ട് ഇത് പുതിയൊരു രാഷ്ട്രീയം, പുതിയൊരു ഭാരതം എന്ന് പറയാൻ കാര്യം വെച്ചാൽ, പണ്ട് അപ്പുറത്ത് കടക്കണോ വേണ്ടയോ, അമേരിക്ക എന്ത് വിചാരിക്കും, ഗൾഫ് രാജ്യങ്ങൾ എന്ത് വിചാരിക്കും, ഇതാരുടെയും വിചാരം ഇവിടെ പ്രശ്നമല്ല. നമ്മൾ പലതും ചെയ്യും, നിങ്ങൾക്ക് എന്ത് വേണോ വിചാരിക്കാം, നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ നിൽക്കാം, അവരുടെ കൂടെ നിൽക്കാം. വ്യക്തമാക്കി കൊടുത്തു നമ്മൾ ആരാണെന്ന്. കാരണം സാമ്പത്തിക ശക്തി, ആയുധശക്തി എല്ലാത്തിലും നമ്മൾ മുന്നിൽ വരുമ്പോൾ ഈ ഹ്യൂമൻ മൈൻഡ് ഓൾവേസ് ഗ്രാവിറ്റേറ്റ്സ് ടുവേർഡ്സ് പവർ ആൻഡ് മണി എന്ന് പറയും. ഇത് രണ്ടും വേണം. നമ്മുടെ ഇന്ന് രണ്ടുമുണ്ട്. വി ആർ എ പവർഫുൾ നേഷൻ. സർവ്വരാജ്യങ്ങളും ഇന്ന് നമ്മുടെ കൂടെ നിൽക്കും. അത് നമ്മുടെ ഉദാഹരണം ഈ പുതിയ ഭാരതം എന്ന് പറയാൻ കഴിച്ചാൽ ലോകരാജ്യങ്ങൾ ഇപ്പോൾ ഭാരതത്തിലോട് ഉറ്റുനോക്കി തുടങ്ങി. കാരണം നമ്മൾ 150 കോടി ആൾക്കാരുടെ ഒരു ശക്തി കിടക്കുക നമ്മുടെ. വി ആർ എ വെരി സ്ട്രോങ് പവർഫുൾ നേഷൻ. വേണമെങ്കിൽ സൂപ്പർ പവർ കാറ്റഗറിയിൽ ഇന്ന് തൊട്ട് ഇന്ത്യയെ പെടുത്താം. വളരെ വളരെ മനോഹരമായ മറുപടി. ഞാൻ രാഷ്ട്രീയ നിരീക്ഷകനാണ്, ഒട്ടേറെ ആളുകളെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഒരു സെലിബ്രിറ്റി ഇത്ര മനോഹരമായി ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത് ഞാൻ ആദ്യം കേൾക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സത്യസന്ധമായ ഒരു മറുപടി. സത്യസന്ധമായ മറുപടിയാണ് പറയാൻ പോകുന്നതെന്ന് എനിക്ക് ആദ്യം തോന്നിയത്. ഒരു സിനിമാ താരവും വയസ്സ് പറയാറില്ല. താങ്കൾ വയസ്സ് പറഞ്ഞപ്പോഴേ എനിക്കറിയാം ഇനി വരാൻ പോകുന്ന മറുപടിയൊക്കെ സത്യസന്ധമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ വളരെ കൃത്യമായി, അതായത് നമ്മുടെ വിദേശ നയം, നമ്മൾ ഉപയോഗിച്ച ആയുധങ്ങൾ, അതിൻ്റെ പ്രിസിഷൻ,
പ്രത്യേകിച്ച് S-400 യുക്രൈനിൽ പരാജയപ്പെട്ടത് ഇന്ത്യയിൽ വന്ന് സുദർശനചക്രമായി കഴിഞ്ഞപ്പോൾ അത് യഥാർത്ഥ സുദർശനചക്രം തന്നെയായി. ഇത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ജനിച്ചു വളർന്ന രാജ്യത്തോടെ സ്നേഹമുള്ള ഏതൊരാളിനെയും ത്രസിപ്പിക്കുന്ന മറുപടിയാണ് താങ്കൾ പറഞ്ഞത്. സാധാരണ രീതിയിൽ ഒരു ദീർഘകാലം രാഷ്ട്രീയ പ്രവർത്തന പരിചയമുള്ള ഒരാൾക്ക് പോലും ഇത്ര മനോഹരമായി ഇതിനെ വിലയിരുത്താൻ കഴിയില്ല. അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ താങ്കളെ ഈ കാര്യത്തിൽ കൃത്യമായി പഠിച്ച് വളരെ വളരെ ഹ്രസ്വമായി ആ മറുപടിയിലൂടെ എല്ലാം വിശദീകരിച്ചതിന് ഞാൻ ഒരുപാട് പ്രാവശ്യം അഭിനന്ദിക്കുന്നു. വളരെ ഗംഭീരമായ മറുപടിയായിരുന്നു. നന്ദി.